കണ്ടോ, നന്നായി തിളക്കുന്നുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയ ശേഷം ഗ്ലാസ് കുപ്പിയിൽ നിറച്ച് വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്കിന്ന് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ചെമ്മീനാണിത്. ഇത് നമുക്ക് കിള്ളി എടുക്കാം. ചെമ്മീൻ കിള്ളി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേപ്പില, വെളിച്ചെണ്ണ ഇത് കൂടിയിട്ട് ഇതിനെ ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കുക. അത് വെള്ളം വലിഞ്ഞ് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചതാണ്. അതിൻ്റെ ചെമ്മീൻ്റെ വെള്ളം വന്നിട്ടുള്ളത് കണ്ടോ. അങ്ങനെ ധാരാളം വെള്ളം അതിൽ നിന്ന്. ഈ വെള്ളം എല്ലാം വറ്റി ഡ്രൈ ആയി ചെമ്മീൻ ഓരോന്ന് വിട്ട് നല്ലതായിട്ട് കിടക്കണം. അങ്ങനെ ഇരിക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ. ചെറിയ ചെമ്മീനാണ് കൂടുതൽ രുചി. വലുതാവുമ്പോൾ നമുക്ക് കിള്ളാനും ഒക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയ ചെമ്മീൻ ഉപയോഗിക്കാം. അല്ല, ചെറിയ ചെമ്മീനാണ് കൂടുതൽ ടേസ്റ്റ്. കണ്ടോ, നന്നായിട്ട് വെള്ളം വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആയാൽ മതി. അധികം ഹാർഡാവണ്ട. നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കി അതിലേക്ക് ചെമ്മീൻ ഇടാം. അടുത്തതായി അതിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എന്നിവ മിക്സിയിലടിച്ച് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് അതും കൂടി ഇട്ട് നന്നായി അടിച്ചെടുത്ത പേസ്റ്റാണിത്. ഇത് നന്നായി വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞ് വരണം. കണ്ടോ, നന്നായി മൊരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് അത് മൂത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. ഉണ്ടോ, ചെമ്മീൻ നമ്മൾ ഡ്രൈ ആക്കിയത് കൊണ്ട് ഇത് വെള്ളം നന്നായിട്ട് കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് കുറച്ച്. നമുക്കിതിലേക്ക് ലേശം ആപ്പിൾ സിറപ്പ് വിനീഗർ ഒഴിക്കും. കണ്ടോ, ആ ചൊറുക്ക ഒഴിക്കുമ്പോൾ അതിൻ്റെ മണത്തിൻ്റെ വളരെ വ്യത്യാസം. നല്ലൊരു മണമുണ്ട്.
അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ച് എടുക്കുക. പോരാത്ത ഈ സമയത്ത് പോരാത്ത ഉപ്പ്, പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്.